ജീവാത്മാവായ MC-യെ പരമാത്മാവ് എന്ന് ഞാൻ പറയുന്നില്ല. MC-എ നാസറാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രവാസ വിഷയത്തിൽ, പ്രത്യേകിച്ച് പ്രവാസികളുടെ രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ ഇത്രയും ലേഖനങ്ങൾ എഴുതിയ മറ്റൊരു വ്യക്തി UAE ഉണ്ടാവുകയില്ല. അത് നമ്മുടെ പ്രിയപ്പെട്ട EK ദിനേശനാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ലിബി പബ്ലിക്കേഷൻസിന്റെ സാരഥി അക്ബർ, അദ്ദേഹത്തെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ മലബാർ ഭാഷയിൽ പറഞ്ഞാൽ ഇന്നത്തെ പുതിയാപ്പിള സഫീർ ഉളിയിലിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കേരളീയർ പ്രവാസം തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി. എന്റെ പ്രായത്തിലുള്ള ആളുകളുടെ അച്ഛൻ, ഉപ്പ ഒക്കെ വരുന്നത് ഒരുപക്ഷെ പത്തേമാരിയിൽ വന്നവരായിരിക്കും. അത്ര നീണ്ട പ്രവാസത്തിന് സാക്ഷികളായവരാണ് നമ്മൾ ഓരോരുത്തരും. എന്റെ പിതാവ് പത്തേമാരിയിൽ കടല് നീന്തി ഈ കര പിടിച്ചയാളാണ്. അത്തരത്തിൽ ഒരുപാട് അനുഭവങ്ങളുള്ള ആളുകൾ ഈ സമൂഹത്തിലുണ്ട്. അങ്ങനെ ദുബായിയോടൊപ്പം വളർന്ന മലയാളികൾക്ക് ദുബായ് എന്നും ഇപ്പോഴും സ്വപ്ന നഗരം തന്നെയാണ്. അതിനെക്കുറിച്ചാണ് സഫീർ തന്റെ കൊച്ചു പുസ്തകത്തിൽ പറയുന്നത്. പുസ്തക പരിചയത്തിനായി പ്രിയപ്പെട്ട EK ദിനേശനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. നമ്മളെല്ലാവരും ഈ നിമിഷം അത്രമാത്രം അനുഭൂതിയോടെ അനുഭവിക്കുന്നതിന്റെ ഒരു കാരണം UAE എന്ന് പറയുന്ന രാജ്യം നമുക്ക് നൽകിയിട്ടുള്ള സമാനതകളില്ലാത്ത സ്വാതന്ത്ര്യം തന്നെയാണ്. ആ സ്വാതന്ത്ര്യത്തിന്റെ പരപ്പിലേക്ക് നമ്മൾ ഓരോ പേരും ഇങ്ങനെ ഉല്ലസിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ രാജ്യത്തിനൊരു ചരിത്രമുണ്ടായിരുന്നു എന്നും ആ ചരിത്രം ഇന്ന് ലോകത്തിലെ 200ഓളം വ്യത്യസ്തരായ രാജ്യങ്ങളിലെ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന സഹാനുഭൂതിയുടെയും സഹിഷ്ണുതയുടെയും സ്നേഹത്തിന്റെയും ലാളനയുടെയും ഒരു ചരിത്രമാണെന്ന് നമുക്കൊക്കെ അനുഭവത്തിലൂടെ അറിയാം. UAE എന്ന രാഷ്ട്രം രൂപീകൃതമാകുന്നതിന് മുമ്പ് തന്നെ, ഒരുപക്ഷെ 1950കളിൽ തന്നെ മലയാളിയുടെ ഗൾഫ് കുടിയേറ്റം ആരംഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അതിന് മുൻപ് തന്നെ. പക്ഷേ 1950 ശേഷമുള്ള ലോകരാഷ്ട്രങ്ങളുടെ പുരോഗതി, അതിൽ അറബ് രാഷ്ട്രങ്ങൾ നേടിയെടുത്തിട്ടുള്ള സ്വാതന്ത്ര്യം, അതിന്റെ ക്രമാനുഗതമായ വളർച്ച, ഇതൊക്കെ തന്നെ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിന്റെ ഉള്ളിലെ മനുഷ്യർക്ക് മാത്രം അനുഭവിക്കാനുള്ളതല്ലെന്നും അത് ലോകത്തിലെ, പ്രത്യേകിച്ച് 3ാം ലോക രാഷ്ട്രത്തിലെ മനുഷ്യരുടെ അതിജീവനവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പ്രവാസത്തെക്കുറിച്ച് പഠിക്കുന്ന, അല്ലെങ്കിൽ ഗൾഫ് പ്രവാസത്തെ, കുടിയേറ്റത്തെ കുറിച്ച് പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥികൾക്കും മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെ വരുമ്പോഴാണ് പ്രവാസികളായി നമ്മളിവിടെ എത്തിപ്പെട്ടതിന് ശേഷം, ഒരുപക്ഷെ നമ്മളെ തലമുറകളെന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ മലയാളത്തിൽ നിന്നും കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും 3ാം തലമുറയാണ് ഈ പ്രവാസത്തിൽ ഇപ്പോൾ അടയാളപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 1ാം തലമുറ പ്രവാസത്തിന്റെ സവിശേഷമായ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഈ രാജ്യത്തിൽ ദേഹാധ്വാനം കൊണ്ട് മാത്രം ഈ രാജ്യത്തിന്റെ നിർമ്മാണ പ്രക്രിയയിൽ അവരൊക്കെ പങ്കാളിത്തം നൽകി എന്നുള്ളതാണ്. 1990കൾക്ക് ശേഷം ലോകം ഒക്കെ തന്നെ ആഗോളവൽക്കരണത്തിന്റെ പുതിയ ഒരു സാമ്പത്തിക ക്രമീകരണത്തിലേക്ക് മാറുകയും അതിനനുസരിച്ച് ലോകത്തിന്റെ സാംസ്കാരികവും സാമ്പത്തികവുമായിട്ടുള്ള അതിന്റെ ഘടനാ സ്വഭാവത്തിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കുന്നതോടുകൂടി തന്നെയാണ് 2ാം തലമുറ പ്രവാസം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു നവപ്രവാസം ഇന്ത്യയിൽ നിന്ന്, പ്രത്യേകിച്ചും കേരളത്തിൽ നിന്ന് UAE-യിലേക്ക് വരുന്നത്. ഈ 90കളോട് തന്നെ UAE എന്ന് പറയുന്ന രാജ്യത്തിൽ ഉണ്ടായിട്ടുള്ള
അടിസ്ഥാനപരമായ മാറ്റങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും വിശേഷിപ്പിക്കുന്ന പെട്രോൾ മണിയുമായി ബന്ധപ്പെട്ട ഒരു സാമ്പത്തിക മുന്നേറ്റം മാത്രമായിരുന്നില്ല, മറിച്ച് ആ കാലഘട്ടത്തിലൊക്കെ തന്നെ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നും മുറിവേറ്റ മനുഷ്യർക്കൊരു അഭയം എന്ന അർത്ഥത്തിൽ അത് യുദ്ധത്തില് മുറിവേറ്റവരുണ്ട്, വംശീയതയിൽ മുറിവേറ്റവരുണ്ട്, അന്നത്തിന് വേണ്ടി വീട് വിട്ടിറങ്ങിയ മനുഷ്യരുണ്ട്. നമ്മളൊക്കെ കേരളീയരൊക്കെ തന്നെ പ്രവാസം ആരംഭിക്കുന്നത് അന്നത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ അടുപ്പുകളൊക്കെ തന്നെ കേരളത്തിലെ ഏറ്റവും താഴെ തട്ടിൽ ജീവിച്ച മനുഷ്യരുടെ ഒക്കെ തന്നെ വീടുകളിൽ ശരിക്ക് ഒരു കഞ്ഞിവെപ്പ് പോലും നടക്കുന്നത് ഈ പ്രവാസത്തിന്റെ സംഭാവനയാണെന്ന് പറയാം. ഞാൻ ആമുഖമായി ഇത്രയും പറയാൻ കാരണം ഈ രീതിയിലുള്ള രാഷ്ട്രീയ സ്വഭാവത്തെ കുറിച്ചിട്ടുള്ള നിരവധി പഠനങ്ങളൊക്കെ തന്നെ നമ്മൾ വായിച്ചിട്ടുണ്ട്. പലപ്പോഴും പ്രവാസത്തിൽ നിന്നുള്ള അതിന്റെ ഒരു സർഗാത്മകയുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് വൈയക്തികമായി നമ്മൾ അനുഭവിച്ചിട്ടുള്ള പ്രവാസ അനുഭവങ്ങളുടെ ആവിഷ്കാരങ്ങളാണ്. അതൊരു സാഹിത്യത്തിന്റെ ഒരു സ്വഭാവമായി മാറുമ്പോഴും പലപ്പോഴും അത് വ്യക്തി കേന്ദ്രീകൃതമായ അനുഭവത്തിന്റെ ഇടങ്ങളിലേക്ക് അതൊക്കെ ചുരുങ്ങിപ്പോകും. ഈ വ്യക്തിപരമായ അനുഭവങ്ങളുടെ വിവരണത്തിന്റെ ഒരു പരിമിതി എന്ന് പറയുന്നത് സ്വാഭാവികമായി ഞാൻ അനുഭവിക്കുന്ന അനുഭവത്തിൽ കൂടി തന്നെയാണ് എനിക്ക് ചുറ്റുമുള്ള മനുഷ്യരെ ഞാൻ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു പരിമിതി എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ എന്ന വ്യക്തി ഒരു സമൂഹത്തിലെ മൊത്തം ദർശിക്കുമ്പോൾ, നോക്കിക്കാണുമ്പോൾ ആ സമൂഹത്തിലെ വ്യത്യസ്തരായ മനുഷ്യരുടെ അതിജീവനവുമായി ബന്ധപ്പെട്ട, മുന്നേറ്റവുമായി ബന്ധപ്പെട്ട, അവരുടെ ആവിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട, അവരുടെ സാംസ്കാരികപരമായി ബന്ധപ്പെട്ടിട്ടുള്ള, സാമ്പത്തികപരമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ കാര്യങ്ങളെയും നമുക്ക് വീക്ഷിക്കാൻ കഴിയും. ഈ പുസ്തകത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു പ്രവാസ ജീവിത അനുഭവങ്ങൾ രൂപപ്പെടുമ്പോൾ അതിന് കാരണമായിട്ടുള്ള UAE എന്ന് പറയുന്ന രാജ്യത്തിന്റെ ക്രമാനുഗതമായ വളർച്ചയും ആ വളർച്ച എങ്ങനെയാണ് ലോകത്തിലെ വ്യത്യസ്തരായ മനുഷ്യർ, വ്യത്യസ്ത എന്ന് പറയുമ്പോൾ അത് ഭാഷാപരമായ വ്യത്യസ്തതയുണ്ട്, ഭക്ഷണപരമായ വ്യത്യസ്തതയുണ്ട്, വസ്ത്രങ്ങളുടെ വൈവിധ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ സംസ്കാരങ്ങളുടെ വൈവിധ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ കൊടുക്കലിന്റെയും വാങ്ങലിന്റെയും വൈവിധ്യങ്ങളുണ്ട്. ഒരുപക്ഷെ നമ്മളൊക്കെ പറയുന്നത് പോലെ ലോകത്തിലെ ഏറ്റവും വലിയൊരു ബഹുസ്വരത എന്ന് പറയുന്നത് ഇന്ത്യയിലാണ് നമ്മൾ കാണുന്നത്. നമ്മൾ കേരളത്തിൽ നിന്നും ഒരുപക്ഷെ കാശ്മീരിലേക്ക് പോയാൽ നമ്മളൊരു രാഷ്ട്രം എന്ന രീതിയിൽ മാത്രമാണ് അവിടെയുള്ള മനുഷ്യരുമായിട്ടുള്ള നമ്മുടെ വൈയക്തികമായ അനുഭവം പ്രവർത്തിക്കുന്നത്. മറിച്ച് വേഷത്തിലായാലും, ഭക്ഷണത്തിലായാലും, സ്വഭാവത്തിലായാലും, സംസ്കാരത്തിലായാലും, വിശ്വാസത്തിലായാലും അതൊരു വൈവിധ്യം നിലനിൽക്കുന്നുണ്ട്. അപ്പം അതേപോലെ അത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിനുള്ളിലാണെങ്കിൽ ലോകത്തിലെ 200ഓളം വരുന്ന രാജ്യത്തിലെ മനുഷ്യരുടെ ബഹുസ്വരതയാണ് ഈ രാഷ്ട്രം ഉൾക്കൊള്ളുന്നത്. അങ്ങനെ ഉൾക്കൊള്ളുമ്പോൾ തന്നെ ഈ രാഷ്ട്രത്തിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ലോകത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും പരിഗണിച്ചു കൊണ്ടുള്ള ഒരു വികസനത്തിന്റെ രീതി പോലും നമുക്ക് ഈ രാജ്യത്തിൽ, ഈ UAE എന്ന് പറയുന്ന രാജ്യത്തിൽ കാണാൻ കഴിയും. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഈ പുസ്തകത്തിൽ നമ്മോട് സംവദിക്കുന്നത് വൈജ്ഞാനികപരമായിട്ട് എങ്ങനെയാണ് ഈ പറയുന്ന അറബ് രാജ്യങ്ങൾ, പ്രത്യേകിച്ചും UAE നേടിയിട്ടുള്ള അതിന്റെ ഒരു ഉന്നതി എന്ന് പറയുന്നതാണ്. ഇപ്പം നമുക്കറിയാം, എനിക്കൊന്ന് ലോകത്തിൽ എവിടെയെങ്കിലും സഹിഷ്ണുതയ്ക്ക് വേണ്ടി ഒരു മന്ത്രാലയം ഉണ്ടെങ്കിൽ അത് ഈ UAE-യിലാണ്. അതോടൊപ്പം തന്നെ ഇന്ന് AI-യുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയൊരു പരീക്ഷണങ്ങളും അതിനുവേണ്ടി പ്രത്യേക തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുള്ള ഒരു രാഷ്ട്രവും UAE ആണ്. എന്തിനു പറയുന്നു, ഇനി നമുക്ക് വീടുകളിലേക്ക് ഭക്ഷണങ്ങൾ എത്തിക്കുന്നത് പറക്കൻ ടാക്സികളായിരിക്കും, നമുക്കിനി ഡ്രൈവറില്ലാതെ കാറുകൾ സഞ്ചരിക്കാൻ പറ്റും. അപ്പം ഇത്രമാത്രം പുരോഗതി നേടിയ ഒരു രാഷ്ട്രത്തിന്റെ വളർച്ച അത് എത്രമാത്രം അടിസ്ഥാനപരമായിട്ടുള്ള മനുഷ്യ സമൂഹങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അടിസ്ഥാന മേഖലയിൽ ജീവിക്കുന്ന മനുഷ്യരെ എങ്ങനെ പരിഗണിക്കുന്നു എന്നത് കൂടി നമുക്ക് ഈ പുസ്തകത്തിലേക്ക് കാണാൻ കഴിയും. വ്യത്യസ്തമായ കാര്യങ്ങൾ പൊതുഗതാഗതത്തെ കുറിച്ച് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. പൊതുഗതാഗതത്തിന്റെ സ്വഭാവം നമുക്കറിയാം. നമ്മൾ മെട്രോ കയറി പിന്നീട് ബസ് കയറുമ്പോൾ നമുക്ക് ഒരേ ടിക്കറ്റിനകത്ത് ഒരേ പൈസയിലേക്ക് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നു. ഇങ്ങനെ നിയമപരമായ ഇവിടുത്തെ കണിശതയെ കുറിച്ച്, അത് നൽകുന്ന നമ്മുടെ സുരക്ഷിത ബോധത്തെ കുറിച്ച്, ഈ രീതിയിലുള്ള പല വഴിക്കാണ് ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കങ്ങൾ നീണ്ടുപോകുന്നത്. നിയമങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഈ 180ഓളം വരുന്ന രാജ്യത്തിലെ മനുഷ്യരെ മുഴുവൻ പരിഗണിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ നിയമങ്ങൾ രൂപീകൃതമാകുന്നത്. ആ നിയമത്തിനുള്ളിലേക്ക് ലോകത്തിലെ മുഴുവൻ പൗരന്മാർക്കും
ഒരു നീതി ബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ നീതിബോധം ഏതെങ്കിലും സമ്പന്ന രാഷ്ട്രങ്ങൾക്ക് കുറച്ച് കുറവും ഏതെങ്കിലും ദരിദ്ര രാഷ്ട്രങ്ങൾക്ക് കൂടുതൽ, അങ്ങനെ ഒരു പരിഗണന ഇവിടെയില്ല. ഇവിടുത്തെ ഒരു നിയമം എല്ലാ തരത്തിലുള്ള മനുഷ്യർ, അത് പക്ഷേ യൂറോപ്പിൽ നിന്നുണ്ടാവാം, ഉട്ടോപ്യൻ സുഡാനിൽ നിന്നുണ്ടാവാം, ഇന്ത്യയിൽ നിന്നുണ്ടാവാം, ജർമ്മനിയിൽ നിന്നുണ്ടാവാം, ബംഗ്ലാദേശിൽ നിന്നുണ്ടാവാം, പാകിസ്ഥാനിൽ നിന്നുണ്ടാവാം, നേപ്പാളിൽ നിന്നുണ്ടാവാം, ലോകത്തിലെ വ്യത്യസ്ത സാമ്പത്തിക അവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യർക്കെല്ലാം തന്നെ UAE ഒരു നിയമമാണ്. ആ നിയമത്തെ അംഗീകരിക്കുക അല്ലെങ്കിൽ അതിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇവിടുത്തെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വളരെ മനോഹരമായ ഒരു കുറിപ്പ് ഇതിലുണ്ട്. ഈ കുറിപ്പ് എന്നൊക്കെ പറയുമ്പോൾ അത്രമാത്രം വിശാലമായ കുറിപ്പുകളൊന്നുമല്ല. സഫീറിന്റെ മനസ്സിലുള്ള, സഫീർ കണ്ട ഒരു UAE ആത്മാവിനെ അത്രമാത്രം ലളിതമായി ഒരു ബുള്ളറ്റ് പോയിന്റ് ആയിട്ടാണ് ഈ പുസ്തകത്തിൽ വിവരിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഈ പുസ്തകത്തിലെ ഓരോ വരികളും ഓരോ അധ്യായങ്ങളും ഓരോ കുറിപ്പുകളും നമുക്ക് കൂടുതൽ വിശദമാക്കാൻ കഴിയുന്നതാണ്. അപ്പൊ അതിനെയൊക്കെ വളരെ ചുരുക്കിക്കൊണ്ടാണ് ഈ പുസ്തകത്തിന്റെ നിർമ്മിതി നടത്തിയിട്ടുള്ളത്. ഞാനിത് ആദ്യമായിട്ട് ഈ സഫീർ ഈ പുസ്തകത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷം ഉണ്ടായിട്ടുള്ള കാര്യം, അദ്ദേഹം ജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിരന്തരമായി ഈ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണുന്ന ഓരോ കാഴ്ചയിലും തന്റേതായ ഒരു ആകാംക്ഷാഭരിതമായ കണ്ണുകളിൽ കാഴ്ചകൾ പതിക്കുകയും അതിൽ നിന്നുണ്ടാകുന്ന ചിന്തകളാണ് ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു ആശയങ്ങളായിട്ട് മാറുന്നത്. അപ്പം ഇനിയുള്ള കാലങ്ങളിൽ സഫീറിന് കുറച്ചുകൂടി കൂടുതൽ ഈ പറയുന്ന രാഷ്ട്രത്തിന്റെ വിശാലമായ മാനവികത, എല്ലാവരെയും ഉൾക്കൊള്ളുവാനുള്ള മനസ്സ്, അതോടൊപ്പം തന്നെ നമ്മളൊക്കെ അനുഭവിക്കുന്ന സാംസ്കാരിക വൈവിധ്യങ്ങളിലും നാം അനുഭവിക്കുന്ന സാംസ്കാരികപരമായിട്ടുള്ള അനുഭവങ്ങൾ, ഇതൊക്കെ തന്നെ ആവിഷ്കരിക്കാനും കൂടുതൽ എഴുതാനും സഫീറിന് കഴിയട്ടെ എന്ന് മാത്രം പറയുന്നു. എല്ലാവരും ഈ പുസ്തകം മേടിക്കുക. ഞാൻ ഇതിനകത്ത് ചില കാര്യങ്ങളും വെച്ചുകൊണ്ട് ഈ പുസ്തകത്തിന്റെ സ്വഭാവത്തെ പൊതുവായി വിവരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നന്ദി, നമസ്കാരം. താങ്ക് യു TK ദിനേശൻ. അടുത്തത് പുസ്തക പ്രകാശനത്തിലേക്ക് കിടക്കുകയാണ്. മീഡിയ വണ്ണിന്റെ തലപ്പത്തിരിക്കുന്ന നമ്മുടെ MCA നാസർ TK ദിനേശൻ നൽകിക്കൊണ്ടാണ് പുസ്തക പ്രകാശനം നിർവഹിക്കുന്നത്. എല്ലാവരെയും ക്ഷണിക്കുന്നു. ലിബി അക്ബർക, ലിബിയുടെ പ്രതിനിധി. ഈ സദസ്സിലിരിക്കുന്ന 80% പേരും സഫീറിന്റെ ഉറ്റ സുഹൃത്തുക്കളാണ്. അതുകൊണ്ടാണ് ഞാൻ ആരെയും വേദിയിലേക്ക് ക്ഷണിക്കാതിരുന്നത്. ക്ഷണിച്ചാലെല്ലാം ഈ വേദി മൊത്തം, സദസ്സ് മൊത്തം വേദിയിലേക്ക് വരേണ്ടി വരും. പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ട് MCA നാസറിനോട് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ പുസ്തകങ്ങളെ കുറിച്ച് ഇത്തവണ എന്നെ ആദ്യം ഓർമ്മിപ്പിച്ചത് സഫീറാണ്. ഏതാണ്ട് ഒരു മാസങ്ങൾക്ക് മുമ്പ് തന്നെ സഫീർ വിളി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു പുസ്തകം വരുന്നു, അതിന്റെ കരട് രൂപം ഒക്കെ തന്നു ഓഫീസിൽ. ഇത്രയേറെ ഒരു മനുഷ്യനൊരു പുസ്തകത്തിന് വേണ്ടിയൊക്കെ മുന്നൊരുക്കങ്ങൾ നടത്തുന്നത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നേരത്തെ ദിനേശൻ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം വളരെ വിശദീകരിച്ച് ചെയ്യാവുന്നതൊക്കെയും വളരെ ക്രിസ്പായിട്ട് പോയിന്റ് ടു പോയിന്റ് എന്നൊക്കെ നമ്മൾ പറയും, അങ്ങനെ അറ്റിക്കുറുക്കി ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു രചന എന്നൊരു പ്രത്യേകത കൂടി ഈ പുസ്തകത്തിനുണ്ട്. സൂചിപ്പിച്ചതുപോലെ തന്നെ UAE കുറച്ച് തന്നെയാണ്. നമ്മൾ ഒരു പക്ഷേ നമ്മൾ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ഇതറിയില്ല. ഇതറിയണമെന്നെങ്കിൽ ഈ കാലുഷ്യങ്ങളുള്ള നാടുകളിലൂടെ ഒന്ന് യാത്ര ചെയ്തു പോകും. ഇവിടുത്തെ സുഡാനിലും അതോടൊപ്പം തന്നെ യമനിലും ഒക്കെ യാത്ര ചെയ്തപ്പോഴാണ് മണിക്കൂറുകൾ കഴിഞ്ഞാല് എത്രയും പെട്ടെന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് നമ്മൾ ആലോചിക്കും. കാരണം ഇന്റർനെറ്റ് ഇല്ല, സംവിധാനങ്ങളില്ല, വെടിയൊച്ചകൾ. ഇതിന്റെ ഇടയിൽ എങ്ങനെ നമ്മൾ എത്രയും പെട്ടെന്ന് ദുബൈയിൽ എത്തിയാൽ മതി എന്ന് തോന്നും. അപ്പൊ ഈ കാലുഷ്യങ്ങളുടെ നഗരങ്ങളിൽ നിന്നൊക്കെ ഈ മനുഷ്യർ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും എന്തിന് UAE വന്ന് കയറുന്നു. 200ഓളം രാജ്യങ്ങളിലെ മനുഷ്യരിവിടെ അധിവസിക്കുന്നു. ഞാൻ പലപ്പോഴും ആലോചിക്കുന്നതും പലപ്പോഴും ആശങ്കപ്പെടുന്നതും ഒരു അന്യനെ അല്ലെങ്കിൽ ഒരു അപരനെ ഉൾക്കൊള്ളാൻ നമ്മളൊക്കെ എത്ര കണ്ട് വളർന്നിട്ടുണ്ടെന്നാണ്. ഇപ്പോഴും ഒരു അണ്ണാച്ചി എന്ന് നമ്മൾ പറയുമ്പോൾ അതിലെ എല്ലാ മുഖ്യവും പരിഹാസ്യതയും പിന്നെ ജനതയോടുള്ള വിദ്വേഷമൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. അവിടെയാണ് അണ്ണാച്ചി എന്ന പ്രയോഗം.
പച്ച എന്ന് നമ്മൾ ഇവിടെ നിന്ന് പറയുമ്പോൾ ആ പച്ചയിൽ നമ്മൾക്ക് ഒരു ജനതയ്ക്ക് കൽപ്പിച്ചു കൊടുക്കാവുന്ന എല്ലാ കുറ്റവും എല്ലാ അവഗണനയും അവജ്ഞയുമുണ്ട്. ആ മനുഷ്യർ എന്ത് പിഴച്ചു എന്ന ചോദ്യത്തിന് ഒരേ രാജ്യത്തിന്റെ ഒരു അതിര് പങ്കിട്ട മറ്റൊരു ജനതയോട് നമ്മൾ ഈ അർത്ഥത്തിൽ ഒരു വിവേചനം പുലർത്തുന്ന അതേ നമ്മൾ തന്നെയാണ് UAE സൈഫുദ്ദയെ കുറിച്ചും വേദികളിൽ പ്രസംഗിക്കുന്നത്. സൗണ്ട് അപ്പൊ നമ്മള് കുറച്ചുകൂടി നമ്മൾ പുനരാലോചന നമ്മൾ നടത്തേണ്ടതുണ്ട്. കാരണം നമ്മളെ തന്നെ നമ്മൾ ഒന്നുകൂടി മാറ്റി പണിയേണ്ടതുണ്ട്. ഈ നഗരം ഈ നാടൊക്കെ ഓരോ ദിവസവും നമുക്ക് നൽകുന്ന ഒരു സന്ദേശം അതാണ്, മറ്റുള്ളവനെ ചേർത്ത് പിടിക്കുക. ഇപ്പൊ ഏതാണ്ട് 650-700 ദൂരത്തിന് ഇവിടെ ജോലി ചെയ്യുന്ന മനുഷ്യരുണ്ട്. നമ്മൾ നിത്യവും കണ്ടുകൊണ്ടിരിക്കുന്ന മില്യൺ ദീർഘത്തിന്റെ വ്യാപാരം നടത്തുന്നവരുണ്ട്. അവരൊക്കെ സഞ്ചരിക്കുന്നത് ഇതേ പാതയിലൂടെയാണ്. അവരൊക്കെ സഞ്ചരിക്കുന്നതും ഏറെക്കുറെ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റിലും വാഹനങ്ങളുടെ ഘടനയിലും ഒക്കെ മാറ്റം ഉണ്ടാവുള്ളൂ. നമ്മളൊക്കെയും അപ്പം ഇത് തടയക്കിടയിലുള്ളവനും മറ്റൊക്കെ ഇത് ഏതാണ്ട് അടുപ്പമാക്കി മാറ്റുന്നു എന്നതൊക്കെ ഈ നാടിന്റെ ഈ ജനതയുടെ നമ്മൾ ആലോചിച്ച് നോക്കി ഇവിടുത്തെ ജനസംഖ്യയും പുറത്തുള്ള ആളുകളുടെ എണ്ണവും വെച്ച് നോക്കുമ്പോ എത്ര ബാഹുല്യണ്ട് അപ്പുറത്ത്. എന്നിട്ടൊരു ആശങ്കയോ ഏതെങ്കിലും അർത്ഥത്തിൽ ആ ജനത നമ്മളുടെ പിടിച്ചടക്കുമോ എന്നുള്ളൊരു തോന്നൽ പോലും ഈ ജനതക്കുണ്ടോ? അപ്പൊ കുറെ കൂടി നമ്മളിവിടെ ജീവിക്കുമ്പോൾ നമ്മളെ പക്ഷേ ഫേസ്ബുക്കും മറ്റുള്ള സാമൂഹ്യ മാധ്യമമൊക്കെ നോക്കുമ്പോ ഇത്രയും വൃത്തികെടാൻ നമുക്ക് എങ്ങനെ സാധിക്കുന്നു എന്നുള്ള ചിന്തയാണ്. അതും എഡ്യൂക്കേറ്റഡ് എന്ന് നമ്മൾ പറയുന്ന ആളുകൾ എത്ര വിഭാഗീയത നിറയ്ക്കാൻ പറ്റുന്ന നോക്കുന്നത്. ഇപ്പൊ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ഇത്രയും സുരക്ഷിതമായിട്ട് നമ്മളിവിടെ നിൽക്കുന്നത് കേരളത്തിന്റെ അവിടെ സുരക്ഷിതമാണ് എന്ന ഉറപ്പുകൊണ്ടാണ്. അതെല്ലാം തോന്നുന്ന ആ നിമിഷത്തിൽ നമ്മൾ പെട്ടിയും വണ്ടിയെടുത്ത് കൊടുത്തും പോകും. നമ്മുടെ കുടുംബം, നമ്മുടെ ഉറ്റവർ അവിടെ സുരക്ഷിതമല്ല. നമ്മൾ ചെയ്യുന്ന പണിയോ ഈ സാമൂഹ്യ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരമാവധി വിഭാഗീയതയും വിദ്വേഷവും അവരെ മതവിദ്വേഷവും രൂപപ്പെടുത്തുന്നതിനെ എല്ലാ അർത്ഥത്തിലും പ്രോത്സാഹിപ്പിക്കുന്നത് നല്ലൊരു വിഭാഗം ഈ പ്രവാസി മലയാളികൾ തന്നെയാണ്. നമ്മൾ പറയാതിരുന്നിട്ടൊന്നും കാര്യമില്ല. അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു എന്ന് ചോദിച്ചാൽ ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല. വളരെ സമൃദ്ധമായിട്ടുള്ള സൗകര്യങ്ങൾ, വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള അവസ്ഥ, ഈ അവസ്ഥയെ പരമാവധി എന്താ പറയാ അത് ഒരു തരം ഭ്രമാത്മകമായിട്ട് എടുത്ത് മുന്നോട്ട് പോവുകയാണ്. അതിനെതിരെയുള്ള ഒരു തിരുത്തലായിട്ടാണ് ഞാൻ ഈ പുസ്തകത്തെ സഫീറിന്റെ ഈ ഇടപെടലിനെ കാണുന്നത്. ഒരു ജനതയോടുള്ള പോസിറ്റീവ്. ഞങ്ങള് ജേർണലിസ്റ്റുകൾ പൊതുവെ സിനിക്കുകളാണ്. ഇതൊന്നും നന്നാവില്ല, ഇതൊന്നും ശരിയാവില്ല എന്ന് നിരന്തരം പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ ഈ പോസിറ്റിവിറ്റി എന്നത് അത് ഒരു നാടും ഒരു ജനതയും ഭരണ നേതൃത്വമൊക്കെ നൽകുമ്പോൾ അതിനോട് നന്മ കാണിക്കാൻ ചെയ്യാവുന്ന ഏറ്റവും മിനിമം ഏർപ്പാട് നമ്മുടെ ജീവിതത്തിൽ കുറെ കൂടി വിശാലമാക്കുക എന്നുള്ളതാണ്. കുറെ കൂടി മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അത് പറ്റുന്നില്ല എങ്കിൽ ഈ പുസ്തകമേള പോലും വലിയ പരാജയമായിരിക്കും എന്നുകൂടി നമ്മൾ വിലയിരുത്തണമെന്ന് ഈ സദസ്സിന്റെ ഇതിൽ പറയണം. അത്രയൊന്നും പറയണമെന്ന് ആഗ്രഹിച്ചതല്ല, പക്ഷേ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വളരെ നെഗറ്റിവിറ്റി നിരന്തരം നൽകിക്കൊണ്ടിരിക്കുന്ന ആ മാധ്യമ കൾച്ചറിന്റെ ഭാഗമായി നിന്നുകൊണ്ട് അതിലുള്ള എല്ലാ കുമ്പസാരവും കുറ്റബോധത്തോടു കൂടി തന്നെയാണ് ഇത് പറയേണ്ടി വരുന്നത്. കുറെ കൂടി നമ്മളൊന്ന് മാറുകയാണെങ്കിൽ മനുഷ്യർക്ക്, നമ്മുടെ സഹജീവികൾക്ക് അത് കുറെ കൂടി ഗുണകരമാവും. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഏതാണ്ട് 2002 ബഹ്റൈനിൽ നിൽക്കുമ്പോൾ രാത്രി എനിക്കൊരു കോള് കിട്ടി. 2:30 മണിക്ക് വെളുപ്പിന് ഒന്ന് കിടക്കുന്ന സമയമാണ്. പ്രസിൽ നിന്ന് പത്രമൊക്കെ ഇറക്കിയത്. അപ്പൊ കോള് വരുന്നത് ജിസാനിൽ നിന്നാണ്, സൗദി അറേബ്യ. അപ്പോ ഞാൻ അവൾക്ക് സ്വന്തം എന്നൊരു കഥ അയച്ചിരുന്നത് എന്താണ് അതിന്റെ അവസ്ഥ എന്ന് ചോദിച്ചു. 2:30 മണിക്ക് ഞാനും പറഞ്ഞു, മോനെ ഇത് ഇത്ര സമയമായി എന്ന് അറിയുന്നത്. അപ്പൊ അപ്പുറത്ത് യാതൊരു ബേജാറുമില്ല. പറയുന്നത്, സാറേ ഞാനിപ്പോ 6 മണിക്ക് ജോലിക്ക് കയറിയതാണ്. ഈ സമയത്ത് ഞാനിപ്പോ ജോലി കഴിഞ്ഞതേ ഉള്ളൂ. അർബാപാടുള്ളത് കൊണ്ട് വിളിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പൊ വീട്ടിൽ വന്നിട്ട് വിളിക്കുന്നത്. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഞാൻ ലക്ഷത്തോടു കൂടി അത് ചോദിക്കേണ്ടിയിരുന്നില്ല. പിറ്റേന്ന് ഞാൻ ഓഫീസിൽ പോയി നോക്കുമ്പോ ഞാൻ അവൾക്ക് സ്വന്തം എന്ന കഥ ഞാൻ കണ്ടെടുത്തു. വലിയ കുഴപ്പമൊന്നുമില്ല, ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി പിറ്റേന്ന് അത് മാധ്യമത്തിന്റെ ഫീച്ചറിൽ പ്രസിദ്ധീകരിച്ചു. കഥ അതോടുകൂടി തീരുന്നില്ല. അത് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ പത്രം കിട്ടിയതിനു ശേഷം അവന്റെ വിളി വന്നു, സാറേ ഇത് വന്നു, പക്ഷെ അവള് പോയിട്ടു, അവള് കല്യാണം കഴിഞ്ഞു. കുഴപ്പമില്ല, ഈ പത്രത്തിൽ ഇത് അച്ചടിച്ച് വന്നല്ലോ, എനിക്ക് വലിയ സന്തോഷമുണ്ട് സാറേ എന്ന് പറഞ്ഞു.
ഞാൻ തന്നെ ആ രാത്രി പിന്നെ എന്റെ ഉറക്കം പിന്നെ നഷ്ടപ്പെടുകയാണ്. അവന്റെ ഏതോ ഒരു പ്രണയിനി അത്രയും ഇതാക്കി ഒരു കഥയിലേക്ക് അതിനെ ആവാഹിച്ച് എനിക്ക് അയച്ചു തന്നു. ഒടുവിൽ അവള് പോയാലും കുഴപ്പമില്ല സാർ, ഇത് അച്ചടിച്ച് വന്നല്ലോ, ഇതിന് കഥയാണോ ജീവിതമാണോ, കഥയല്ലേ ഇത് ജീവിതം എന്നൊക്കെ പറയുമ്പോ ഞാനിപ്പോഴും ഇന്നലെ ഇരുന്നോട്ട് ആലോചിച്ചത്. അപ്പൊ ആ ഒരു സങ്കടം അല്ല, എന്താ പറയാ, നമ്മളെ പിന്നെ പതിറ്റാണ്ടുകളായിട്ട് വേട്ടയാടുന്ന ആ കഥാന്ത്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. സഫീറെ, കൂടുതൽ ശക്തമായിട്ടുള്ള രചനകളുമായി മനുഷ്യർക്കിടയിൽ പോസിറ്റിവിറ്റി നടക്കുന്ന രചനകളുമായിട്ട് ഇനിയും മുന്നോട്ട് പോവുക. എല്ലാ അഭിവാദ്യങ്ങളും. താങ്ക് യു MC നാസർ. എനിക്ക് തോന്നുന്നത് കുറച്ച് പുള്ളിക്ക് മോട്ടിവേഷൻ റോളും കൂടി ചേരും എന്ന് തോന്നുന്നു. അടുത്തത് സഫീറിന്റെ നന്ദിയോടുകൂടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പക്ഷെ എല്ലാവരും ഒന്ന് ഇരിക്കണം, ചെറിയൊരു പരിപാടി കൂടി ബാക്കിയുണ്ട് സഫീറിന്റെ വാക്കുകൾക്ക് ശേഷം. നമസ്കാരം. അസ്സലാമു എന്താ പറയാ, ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോഴേ എല്ലാ മുഖങ്ങളും ആ ക്ഷണത്തില് ഇവിടെ എത്തിയതില് വളരെ വളരെ എന്താ പറയാ നന്ദി മാത്രം പറഞ്ഞാൽ തീരൂല. കാരണം ഇന്ന് യൂത്തിന്റെ തിരക്കില് പിന്നെ ജോലിന്റെ തിരക്കിലൊക്കെ അതുപോലെ ജോലി മാറ്റി വെച്ചിട്ടൊക്കെ വന്ന ആൾക്കാർ എന്റെ മുന്നിലുണ്ട്. വളരെ സന്തോഷം. ഇതിലില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാനിതിലേക്ക് വന്നത് ഇത് ആദ്യം പുസ്തകം എന്നുള്ള രീതിയിലേക്ക് ഇറങ്ങിയതായിരുന്നില്ല. ആദ്യം തന്നെ ജസ്റ്റ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഇവിടെ ലാൻഡ്സ്കേപ്പ് ഇറിഗേഷൻ ഫീൽഡിലാണ്. അതായത് റോഡ് സൈഡിലുള്ള പ്ലാന്റ്സും അതുപോലുള്ള സംഗതികളൊക്കെ ചെയ്യുന്ന ഫീൽഡിലാണ് ഇപ്പം 10 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിൽ നമ്മള് മില്യൺസിന്റെ, അതായത് നമ്മുടെ ഇന്റർസ്റ്റേറ്റിന്റെ ഒക്കെ പ്രൊജക്റ്റിൽ നോക്കിയാൽ ഏകദേശം 40 മില്യൺ 50 മില്യൺ ദിർഹംസിന്റെ പ്രൊജക്ടുകളാണ് ഓരോ ഏരിയയിലും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനൊരു പ്രൊജക്ട്, ഇത്രയും വലിയ ഫണ്ട് ഒരു പ്രൊജക്റ്റിലേക്ക് ഇറക്കിയത് കൊണ്ട് എന്താണ് അവർക്ക് അതിലൂടെ നേട്ടം എന്നുള്ളത് ചിന്തിച്ചപ്പോഴാണ്, അതായത് ഒരു പാർക്ക് പണിതിട്ട് 10 രൂപ അല്ല 50 രൂപ ചാർജ് ഈടാക്കുന്നത് പോലെയല്ല, ഒരു റോഡ് സൈഡിൽ ഇത്രയും ഫണ്ട് ചെലവാക്കിയിട്ട് പാർക്കുകൾ പണിയാന്നുള്ളത്. അപ്പൊ അത്രയും ഫണ്ട് അവരെന്തിനു വേണ്ടിയിട്ടാണ് ഇറക്കുന്നത് എന്നുള്ളത് ചിന്തിക്കുകയും ആ രീതിയിലാണ് ഇതിനെ ഡെവലപ്പ് ചെയ്തത്. അവരുടെ ജനങ്ങൾ ഇവിടേക്ക് പറന്നിറങ്ങുന്നവർക്ക് ഏറ്റവും സന്തോഷത്തോടെ ഏറ്റവും മനസ്സംതൃപ്തിയോടെ ജീവിക്കാൻ സാധിക്കണമെന്നുള്ള ഒരു വലിയൊരു ഉദ്ദേശം തന്നെയായിരിക്കാം ഇതിനു വേണ്ടി അവര് ചെലവഴിക്കാൻ തയ്യാറാവുന്നുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നിയത്. അതുപോലെ സാധാരണക്കാർക്കാണെങ്കിലും ഒരുപാട് സമ്പന്നമായിട്ട് ജീവിക്കുന്നവർക്കാണെങ്കിലും എല്ലാവർക്കും ജീവിക്കാനുള്ള സാമ്പത്തിക ശേഷിയും സൗകര്യങ്ങളും നമ്മൾ കാണാം. കിച്ചണുകൾ, പാകിസ്ഥാനി കിച്ചണുകൾ നമുക്ക് കാണാം. അതുപോലെ തന്നെ നമ്മള് ഏതെങ്കിലും ഒരു റൂമിലേക്ക്, ഏതെങ്കിലും ഒരു ഹാളിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ മുംബൈ കയറിയ ഒരു അറബിയാണെങ്കിൽ, ഒരു ലോക്കൽ ഒരു ഇമറാത്തി ആണെങ്കിൽ അവർ നമുക്ക് വേണ്ടി ഡോറ് തുറന്നു പിടിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടൊന്നും അറിയില്ല. നമുക്ക് വേണ്ടി ഡോറ് തുറന്നു പിടിച്ചിട്ട് നമ്മളും കൂടി കയറിയതിനു ശേഷം മാത്രമേ അവര് ഡോറ് വിടുകയുള്ളൂ, അതിന്റെ പിടിവിടുകയുള്ളൂ. അങ്ങനെ ഡോറ് തുറന്നു പിടിച്ച് നമ്മളിവിടെ സ്വീകരിച്ചത് കൊണ്ടാണ് ഈ 200 രാജ്യക്കാര് ഇവിടത്തേക്ക് താമസിക്കാൻ തയ്യാറായതും ഇവിടെ അത്രയും നീതിയോടെ നമ്മുടെ റോഡിന്റെ വെയിറ്റ് ലൈൻ കാണാൻ നമുക്ക് അത് തെറ്റാതെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ അത്രയും ആത്മാർത്ഥമായിട്ട് അത്രയും ഉൾക്കൊണ്ടുകൊണ്ട് ഇവര് നമുക്ക് സൗകര്യങ്ങൾ ഒരുക്കി തരുന്നുണ്ട്. അതിനെ ഒന്ന് നമ്മൾ സമർപ്പിക്കുക, എന്റെ ഭാഗത്തു നിന്നുള്ളൊരു നന്ദി അവർക്കും സമർപ്പിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ഉദ്ദേശിച്ചത്. ഏതായാലും ക്ഷണം സ്വീകരിച്ച് മുന്നിൽ വന്ന് എല്ലാവർക്കും മനസ്സറിഞ്ഞ സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. പുസ്തകം ലിപി ബുക്സിൽ ലഭ്യമാണ്. എല്ലാവരും വായിക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ എല്ലാവരുടെയും കമന്റുകൾ, അത് എന്ത് തന്നെയായാലും അതിനെ ഇത് നീ പറഞ്ഞതുപോലെയല്ല, ഇതിങ്ങനെയല്ല എന്നുള്ള രീതിയിൽ പറയുന്ന രീതിയിൽ എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കിട്ടാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവിധ നന്മകളും എല്ലാവിധ സ്നേഹം അറിയിക്കുകയാണ്. നന്ദി. ഒരു പുസ്തക പ്രകാശനം കൂടി ഇവിടെ നടക്കുന്നുണ്ട്. സഫീർ ഉളയിലിന്റെ പുസ്തക പ്രകാശനം കഴിഞ്ഞു. അത് സുരേഷ് രാമന്തളിയുടെ പ്രണയിക്കുകയായിരുന്നു നാം എന്ന കവിത പ്രകാശനം ചെയ്യുകയാണ്. ശ്രീ സുരേഷ് രാമന്തളിക്ക് ഇവിടെ എത്തിച്ചേരുവാൻ കഴിഞ്ഞിട്ടില്ല. അതിന് പ്രകാശനം ചെയ്യുന്നത്
പി ശിവപ്രസാദ് കവിയും പ്രഭാഷകനുമാണ്. ഇത് ഏറ്റുവാങ്ങുന്നത് മധു നായർ, അദ്ദേഹവും കവിയാണ്. പ്രൗഢ ഗംഭീരമായ ഈ സദസ്സിൽ ലിപിയുടെ ഏറ്റവും പുതിയ പുസ്തകം സുരേഷ് രാമന്തലിയുടെ പ്രണയിക്കുകയായിരുന്നു എന്ന കവിത. ഗാന സമാഹാരമാണ്. പ്രിയപ്പെട്ടവരെ, സമയം തീരെയില്ല. ഞാൻ ദീർഘകാലം ഏതാണ്ട് 14 വർഷം ജോലി ചെയ്ത നാടാണ് സൗദി അറേബ്യ. സൗദി അറേബ്യ ഞാൻ പറയാറുള്ളത് എന്റെ രണ്ടാം അമ്മ എന്നാണ് പറയാറുള്ളത്. ഇപ്പൊ ഞാൻ UAE-യിലാണ് ദീർഘകാലം ജോലി ചെയ്തിരുന്നത്, ഇപ്പൊ നാട്ടിലാണ്. പക്ഷെ സൗദി അറേബ്യയുമായുള്ള ഒരു ബന്ധം അവിടുത്തെ ഇപ്പോൾ മാറിയിരിക്കുന്ന സൗദി അറേബ്യ അല്ല അന്നത്തെ സൗദി അറേബ്യ. ഇപ്പൊ സൗദി അറേബ്യ ഏറ്റവും ലിബറലായ ഒരു രാജ്യമായിട്ട് ഒരുപക്ഷെ വരും കാലത്ത് UAE-ക്ക് തുല്യമായി മാറാൻ സാധ്യതയുള്ള സാമൂഹിക സാഹചര്യങ്ങളുള്ള ഒരു നാടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ വളരെ സംഘടിതമായ ഒരു കാലം ഉണ്ടായിരുന്നു സൗദി അറേബ്യക്ക്. അത്തരം ഒരു കാലത്ത് ജീവിച്ച ഒരാളെന്നുള്ള നിലയിൽ അവിടെ നിന്നുള്ള ഗാനങ്ങളുടെ ഒരു സമാഹാരം ഇവിടെ പ്രകാശനം ചെയ്യുവാൻ അവസരം ഉണ്ടായതിലുള്ള വലിയ സന്തോഷം അറിയുന്നു. ഗാനങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് അത് പലതരം വൈകാരിക സന്ദർഭങ്ങളുടേതായ ഗാനങ്ങൾ അനുഭവിക്കുന്നവരാണ്, നമ്മൾ ആസ്വദിക്കുന്നവരാണ്. പാട്ടുകൾ സർവകാലത്തും നിലനിൽക്കുന്നതാണ്. അത്തരത്തിലുള്ള പാട്ടുകളായിട്ട് ഇവ മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. അടുത്ത പുസ്തക എല്ലാവർക്കും നമസ്കാരം. കൈരളി പ്രസിദ്ധീകരിച്ച 4 പുസ്തകങ്ങളാണ് ഇനി ഈ വേദിയിൽ പ്രകാശനം നിർവഹിക്കുന്നത്. ഇതിൽ ആദ്യ പുസ്തകം പ്രകാശനത്തിലേക്ക് എത്തിച്ചേർന്ന ഗ്രന്ഥകാരിയെയും പുസ്തക പ്രകാശനം നിർവഹിക്കുന്ന